എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാമായണത്തിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആരാണെന്ന് ചോദിച്ചാൽ ലക്ഷ്മണൻ്റെ പത്നിയായിട്ടുള്ള ഊർമിളയെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ മന്ഥരയെ പറ്റിയാണ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ ഊർമിളയെ പറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. ഊർമിള എന്ന് പറയുമ്പോൾ സീതാദേവിയുടെ അനുജത്തിയായിട്ട് വരും. സീതാദേവിയുടെ പിതാവായിട്ടുള്ള ജനക മഹാരാജാവിന് സീതയെ കൂടാതെ 3 പുത്രിമാർ വേറെയുണ്ട്. സീത എന്ന് പറയുമ്പോൾ ജനക മഹാരാജാവ് എടുത്തു വളർത്തിയ കുട്ടിയാണ്. ബാക്കി 3 പേരും ജനക മഹാരാജാവിൻ്റെ സ്വന്തം മക്കളാണ്. അപ്പോൾ സീതയും രാമനും കല്യാണം കഴിക്കുന്ന അതേ ദിവസം തന്നെയാണ് ലക്ഷ്മണൻ്റെയും ഊർമിളയുടെയും വിവാഹം കഴിയുന്നത്. പിന്നീട് കൈകേയിയുടെ നിർബന്ധത്തിന് വഴങ്ങി രാമൻ വനവാസത്തിന് പോകുന്ന സമയത്ത് ലക്ഷ്മണനും കൂടെ പോകാൻ ഒരുങ്ങുന്നു. കൂടെ സീതയും വാശി പിടിച്ച് ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കി രാമൻ്റെ കൂടെ പോകുന്നു. രാമൻ ഒരുപാട് സീതയെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സീത അതിനൊന്നും വഴങ്ങാതെ ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കി കൂടെ പോവാണ്. അപ്പോൾ ഊർമിളയ്ക്കും അതാകാമായിരുന്നു, കൂടെ പോകാമായിരുന്നു. പക്ഷേ ലക്ഷ്മണൻ അതിൽ നിന്നും ഊർമിളയെ പിന്തിരിപ്പിക്കുകയാണ്. ഞാൻ ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠത്തിയുടെയും കൂടെ പോകുന്നത് അവരെ സേവിക്കാനും അവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നീ കൂടെ വന്നാൽ എനിക്ക് നിന്നെ സംരക്ഷിക്കാനോ നോക്കുവാനോ പറ്റില്ല എന്ന് പറഞ്ഞ് ഊർമിളയെ അവിടെ തന്നെ നിർത്തുകയാണ്. സീത ത്യാഗത്തിൻ്റെയും പാതിവ്രത്യത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഏതാണ്ട് അതേ പ്രാധാന്യം തന്നെ നമുക്ക് ഊർമിളയ്ക്കും കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ സീത വനവാസകാലമായിട്ടുള്ള ആ ഒരു 14 വർഷത്തോളം തൻ്റെ ഭർത്താവായിട്ടുള്ള രാമൻ്റെ സംരക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുമ്പോഴും ഭർത്താവ് കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഊർമിള അങ്ങനെയല്ല. ലക്ഷ്മണൻ്റെ ആരോഗ്യത്തിനും സംരക്ഷണമൊക്കെ വേണ്ടിയിട്ട് വ്രതങ്ങൾ അനുഷ്ഠിച്ച് ഉറങ്ങാതെ ഒക്കെ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ സാമീപ്യം ഉണ്ടായിരുന്നില്ല, ഭർത്താവിനെ സേവിക്കാനുള്ള ഒരു അവസരം ഊർമിളയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഊർമിള. ഈ ഒരു ഊർമിളയുടെ ത്യാഗത്തിനെ പറ്റിയിട്ട് രാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്. അതെപ്പോഴാണെന്ന് വെച്ചാൽ ലക്ഷ്മണൻ മേഘനാഥൻ്റെ ശരമേറ്റ് ബോധരഹിതനായി കിടക്കുന്ന സമയം രാവണൻ്റെ സേനാംഗങ്ങൾ ലക്ഷ്മണനെ എടുത്തു പോകാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. പക്ഷേ ലക്ഷ്മണൻ്റെ ശരീരഭാരം കാരണം ലക്ഷ്മണനെ അവർക്ക് എടുക്കാനോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് ജീവൻ വീണ്ടെടുത്തപ്പോൾ ലക്ഷ്മണനോട് രാമൻ പറയുന്നുണ്ട്, ഊർമിളയുടെ പാതിവ്രത്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഒരു ഫലമായിട്ടാണ് ലക്ഷ്മണൻ്റെ ശരീരഭാരം കൂടിയതും പിന്നീട് ജീവൻ കിട്ടുകയൊക്കെ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. പിന്നീട് 14 വർഷം കഴിഞ്ഞ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തിയതിനു ശേഷം അവർക്ക് 2 മക്കളൊക്കെ ജനിക്കുന്നുണ്ട്, 2 ആൺകുട്ടികളൊക്കെ ജനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സീതയെ വാഴ്ത്തുന്ന സമയത്ത് സീതയ്ക്ക് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സീതയെ എത്രത്തോളം നമ്മൾ പുകഴ്ത്തുന്നുണ്ടോ, അത്രത്തോളം തന്നെ ഊർമിളയുടെ ത്യാഗത്തിനെ പറ്റിയിട്ടും പാതിവ്രത്യത്തിനെ പറ്റിയിട്ടും നമ്മൾ പറയേണ്ടതുണ്ട്. അപ്പോൾ സീതയ്ക്ക് കിട്ടേണ്ട അതേ പ്രാധാന്യം തന്നെ ഊർമിളയ്ക്കും കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും ദിവസങ്ങളിൽ കാണാം. ബൈ.